ഹലോ ഗായ്സ്, ഗാർഡൻ സെർച്ചിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചധികം ദിവസമായി കേട്ടോ, കാരണം കുറച്ചധികം തിരക്കിലും പിന്നെ നാട്ടിലൊന്നും നമ്മളില്ലായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റാത്തത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വാട്സപ്പിൽ റിപ്ലൈ ചെയ്യാനൊക്കെ ലേറ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ സെയിലും ഒക്കെ ഉണ്ട്. അതും പിന്നെ നമ്മുടെ കൊറിയറിൻ്റെ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഫസ്റ്റ് തന്നെ നമ്മൾ കുറച്ച് കൊറിയറിൻ്റെ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയും. കാരണം വീഡിയോയുടെ ഇടയിലൊക്കെ പറയുമ്പോൾ ആരും അത് ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ആദ്യമേ അതിങ്ങ് പറയാം. ഇപ്പം നമ്മൾ സെയിൽ ചെയ്യുന്ന പ്ലാൻസ് നമ്മുടെ മെച്ച പ്ലാൻസ് 400 സ്റ്റാർട്ട് ചെയ്യുന്നത് ആണ്. 400, 450, 480, അതേപോലെ തന്നെ മീഡിയം 300 സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെയാണ്. പിന്നെ അതേപോലെ ബുഷി പ്ലാൻസും 300 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ വീഡിയോസിൽ എല്ലാത്തിനും വ്യക്തമായിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, സൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഇതിനെപ്പറ്റി. പിന്നെ അടുത്തത് നമ്മുടെ കൊറിയറിൻ്റെ കാര്യം. കൊറിയർ നമ്മളിപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഓർഡർ ചെയ്ത കുറച്ച് പേർക്ക് ഈ വീക്കും കൂടെ ഇപ്പം ഈ വീക്കിന് ഇന്നും കൂടെ ആയിട്ട് ഇന്നാകുമ്പോഴത്തേക്കും ബുധനാഴ്ച രാത്രി, അതായത് ഇന്ന് രാത്രി പാക്ക് ചെയ്തിട്ട് നമ്മൾ നാളത്തെ കൊറിയറിലായിരിക്കും അയക്കുന്നത്. അതുവരെ ആയിരിക്കും അയക്കുന്നത്. അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് ബാക്കിയുള്ളവർക്കൊക്കെ നമ്മൾ ഇനി മൺഡേ തൊട്ടായിരിക്കും. കാരണം നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഇപ്പോൾ പെൻഡിങ് ആയിട്ട് കിടപ്പുണ്ട്. നമുക്ക് ഇപ്പം നാട്ടിലും കൂടെ ഇല്ലാത്തതുകൊണ്ട് മെസ്സേജസ് ഒന്നും കുറേ നോക്കി റിപ്ലൈ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം കുറച്ചധികം നല്ല തിരക്കിലായിരുന്നു ഇത്രയും ദിവസം. അപ്പോൾ അതുകൊണ്ട് റിപ്ലൈ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു ആർക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇനി വാട്സപ്പ് മെസ്സേജിനൊക്കെ റിപ്ലൈ കൊടുത്ത് ബാക്കിയുള്ള ഓർഡേഴ്സ് ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്തിട്ടുന്നവരൊക്കെ കാണും. കാരണം 2-3 പേര് നമുക്ക് കമൻറ്റായിട്ടാണ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കമൻറ്റ് നമ്മൾ കണ്ടായിരുന്നു. നമുക്ക് കമൻറ്റ് കണ്ടു, പക്ഷെ വാട്സപ്പിൽ എടുക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ വാട്സപ്പിൽ ഒരുപാട് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരാണ് ഏതാണെന്നൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അല്ലാതെ നമ്മൾ യൂട്യൂബിലായതുകൊണ്ട് മാത്രമല്ല, മറ്റത് നമുക്കൊന്നും അറിയില്ല. യൂട്യൂബിലാകുമ്പോൾ 1-2 കമൻറ്റല്ലേ വരും, നമുക്കത് ശ്രദ്ധിക്കാൻ പെട്ടെന്ന് കാണും. അതാ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മെസ്സേജ് 2-3 ദിവസത്തിൽ തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ മാക്സിമം റിപ്ലൈ എന്തായാലും ആരും വിഷമിക്കേണ്ട. അടുത്ത വീക്ക് നമുക്ക് ഡിസ്പാച്ച് ഉണ്ട്. ആ ഡിസ്പാച്ചിൽ നിങ്ങളെ മാക്സിമം പ്ലാൻസ് നമ്മൾ അയക്കുന്നതായിരിക്കും കേട്ടോ. കാരണം ഇവിടെ നാട്ടിലില്ലാത്തതും പിന്നെ നമുക്ക് കുറച്ചധികം വയ്യായികയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ ഇടയിൽ വന്നു. അതുകൊണ്ടാണ് നമുക്ക് റിപ്ലൈ ചെയ്യാൻ ലേറ്റ്. വേറെ ഒന്നും അല്ല കേട്ടോ. കാരണം ബാക്കി എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു 1-2 ദിവസം റിപ്ലൈ ചെയ്യണം. പക്ഷേ റിപ്ലൈ ചെയ്യാൻ ലേറ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് തിരക്കിലൊക്കെയാണ്. പിന്നെ നമ്മുടെ പ്ലാൻ സൈസും കാര്യങ്ങളും നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ഒക്കെ കൊടുക്കുന്നതൊക്കെ നമ്മൾ ലൈവായിട്ട് അല്ലാത്ത വീഡിയോ ഇട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോസ് കാണാൻ, അല്ലെങ്കിൽ നമ്മുടെ ലൈവ് എടുത്ത് നോക്കിയായിരിക്കും അത് കാണാൻ. നമ്മൾ ലൈവായിട്ട് പാക്ക് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മുന്നത്തെ വീഡിയോസിലും എല്ലാ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 വീഡിയോസ് കണ്ട് റെഫർ ചെയ്യാം. നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ അല്ല, ചുമ്മാ നമ്മുടെ നമുക്ക് മെച്ചൂർ പ്ലാൻ സൈസ് ഒക്കെ കാണണ്ടേ. അതുകൊണ്ടുള്ള പ്ലാൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ള. പിന്നെ നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും ഹാപ്പിയാണ്, വളരെയധികം ഹാപ്പിയാണ്. ആകെ ഒരു 2 പേർക്ക് മാത്രമേ ഒരു നമ്മുടെ പോട്ട് ജസ്റ്റ് ഒന്ന് ചളങ്ങി പോയിട്ടുണ്ടെന്ന്. അതും ആ ഒരു എനിക്കത് മലപ്പുറം കോഴിക്കോട് ആ ഏരിയയിലുള്ള ഒരു കസ്റ്റമർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഏരിയയിലോട്ട് പോയ പാഴ്സൽസിൽ എന്തെങ്കിലും ആരെങ്കിലും നല്ല വെയിറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ ടൈമിൽ വെയിറ്റുള്ള എന്തെങ്കിലും എടുത്ത് വെച്ചാണ്. അതുകൊണ്ട് ആവാനായിരിക്കും ചാൻസ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഉറപ്പില്ല, കാരണം വേറെ ആർക്കും അങ്ങനെ ഒരു ഇഷ്യൂ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ഹാപ്പിയാണ്. ഒരുപാട് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആണ്. പ്ലാൻസ് കിട്ടിയതും നല്ല പ്ലാൻസ് ആയിരുന്നു, ഹെൽത്തി ആയിരുന്നു, ഫ്രഷ് ആയിരുന്നു, നല്ല പാക്കിംഗ് ആണെന്നൊക്കെ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് റിവ്യൂസ്. നമുക്കിപ്പോൾ പ്ലാൻസ് വാങ്ങിച്ചതിൽ എല്ലാവരും പറഞ്ഞ മെയിൻ കാര്യമാണ്. ചിലർ പ്ലാൻസ് കിട്ടി താങ്ക് യു എന്ന് മാത്രം പറഞ്ഞു. പക്ഷേ അങ്ങനെ കംപ്ലൈൻ്റ് ആയിട്ട് ഒന്നും വന്നില്ല. വളരെയധികം ഹാപ്പി ആയിരുന്നു. കുറേ കസ്റ്റമേഴ്സ് ഇങ്ങനെ അവർ അവിടെ നിന്ന് മേടിച്ചു, ഇവിടെ നിന്ന് മേടിച്ചു, സീഡ്ലിംഗ് ഇതിലും കുറഞ്ഞ റേറ്റ് കണ്ട് ഓരോരുത്തരും മേടിച്ചു. പക്ഷേ പ്ലാൻസ് കിട്ടിയപ്പോൾ അങ്ങനെയായിരുന്നു, ഭയങ്കര മോശമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആരെയും കമ്പയർ ചെയ്യുന്നില്ല, പക്ഷേ കസ്റ്റമർ പറഞ്ഞ കാര്യം പറയുന്നത്. അപ്പോൾ നമ്മൾ കസ്റ്റമർ റിവ്യൂ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്, ഈ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യാം കേട്ടോ. ഒരുപാട് ഒരു നല്ല റിവ്യൂ. അതും പ്രത്യേകിച്ച് നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡൊക്കെ എല്ലാവരും ഞെട്ടിപ്പോൾ. ഇത്രയും സൈസുള്ള പ്ലാൻസ് നമ്മുടെ വീഡിയോയിൽ കാണിച്ചെങ്കിൽ കൂടി നേരിൽ എല്ലാവരും വിചാരിച്ചിട്ട് ഇത്രയും സൈസുള്ള പ്ലാൻസ് അവർക്ക് കിട്ടുമെന്ന്. കാരണം അവർ തന്നെ 1-2 കസ്റ്റമേഴ്സിന് നമ്മളടുത്ത് പറഞ്ഞു ഞങ്ങൾ ഒരു റിസ്ക്കിലാണ് എടുത്തത്. കാരണം വീഡിയോയിൽ ഒന്ന് കാണിച്ചിട്ട് കൊടുക്കുന്നതൊക്കെ മിക്കവരും ഏറെയാണ്, പക്ഷേ വീഡിയോയിൽ കാണിച്ചതിനേക്കാളും നല്ല പ്ലാൻസ് കിട്ടി, വലിയ പ്ലാൻസ് കിട്ടി എന്നൊക്കെ ഒരുപാട് സന്തോഷമുണ്ടെന്ന് കുറേ കസ്റ്റമേഴ്സ് നമ്മൾ വിളിച്ചും പറഞ്ഞു. പിന്നെ അതേപോലെ മെസ്സേജ്, നമുക്ക് കോൾസ് ഒന്നുമില്ല, ബട്ട് സ്റ്റിൽ നമ്മൾ ചിലപ്പോൾ കോൾ അങ്ങ് എടുക്കും. കാരണം നമ്മൾ ഫ്രീ ആയിട്ടുള്ള സമയത്ത് നമുക്ക് കോൾ എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കോൾ എടുക്കുമ്പോൾ ഒരുപാട് പേര് ഹാപ്പി ആയിട്ട് ഇങ്ങനത്തെ അതൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് അധികം ഹാപ്പിയാണ്. നല്ല നല്ല പ്ലാൻസ് വീണ്ടും വീണ്ടും കൊണ്ടുവരാനും നമുക്ക് അത്രയും ഒരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ റിവ്യൂസിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഏതെങ്കിലും വീഡിയോ അല്ലെങ്കിൽ വേണ്ട നമ്മുടെ ലൈവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ലൈവ് പ്ലാൻസ് ഒക്കെ. അതേപോലെ തന്നെ കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് ലൈവ് പിക്ക് ഇടുമോ എന്ന് വെച്ചാൽ ഇപ്പോൾ അവരൊരു വെറൈറ്റി പറഞ്ഞു
അതിൻ്റെ ആപ്പ് വെറൈറ്റിയുടെ പിക്ക് ഇപ്പോൾ ഇടാൻ പറയും. പക്ഷെ അത് നമുക്ക് പോസിബിൾ അല്ല. കാരണം നമ്മൾ യൂട്യൂബിലും ലൈവും ഒക്കെ വരുന്നതെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമ്മൾ ഏറ്റവും ചെറിയ സൈസും വലിയ സൈസും മീഡിയം സൈസ് നമ്മൾ ആ ഒരു വെറൈറ്റിയിൽ വിൽക്കുന്ന എല്ലാ സൈസും നമ്മൾ കാണിച്ചുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. നമുക്ക് മറ്റേ അപ്പോൾ ലൈവ് ഇടാൻ പറ്റാത്ത ലൈവ് എന്താ പറയുക ഫോട്ടോ ഓൺ ദ സ്പോട്ട് ഇടാൻ പറ്റും. നമ്മുടെ വാട്സപ്പിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോറേജ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫോട്ടോസ് അതിൽ ഓൾറെഡി സേവ് ആവത്തില്ല. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കാനും നമ്മളെപ്പോഴും ഫാമിലായിരിക്കത്തില്ല. അതൊക്കെ അങ്ങനത്തെ കുറച്ച് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാം യൂട്യൂബിൽ തന്നെ മാക്സിമം ഡീറ്റെയിൽസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുക. അങ്ങനെ പ്ലാനിനെ റിലേറ്റഡ് എല്ലാ ഡീറ്റെയിൽസും നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ആ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നമുക്ക് കമൻറ്റായിട്ട് അത് അറിയിക്കുക. നമ്മൾ അടുത്ത വീഡിയോയിൽ അത് പരിഹരിച്ച് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ പ്ലാൻസിൻ്റെ കൊറിയർ കാര്യം നമുക്ക് ഇനി നെക്സ്റ്റ് വീക്കാണ് ഡിസ്പാച്ച് ഉള്ളത്. പിന്നെ കിട്ടാത്തവർക്ക് നമ്മളെന്തായാലും നാളെയും കൂടെ കൊറിയറിലായിരിക്കും അയക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. പിന്നെ മെസ്സേജിൻ്റെ കാര്യത്തിലും 2 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവർക്കും റിപ്ലൈ തരുന്നതായിരിക്കും. ആക്ച്വലി നമ്മൾ ഈ ഒരു വീഡിയോ നേരത്തെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് ചൊവ്വാഴ്ച തന്നെ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ചൊവ്വാഴ്ച എനിക്ക് നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് എനിക്കൊന്നും വീഡിയോസ് ഒന്നും എടുത്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മൾ കാണിക്കുന്ന വീഡിയോ തന്നെ നമ്മൾ ഓൾറെഡി സ്റ്റോക്കുള്ള പ്ലാൻസിൻ്റെയാണ്. കാരണം പുതിയ വീഡിയോസ് പോലും നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് പോലും എടുക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. കാരണം നാട്ടിലില്ല. അതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്ക് പെറ്റ് സർവീസ് ഉണ്ട് കേട്ടോ. പെറ്റ് സർവീസിൽ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ പെറ്റ് സർവീസ് വഴി വാങ്ങാറുണ്ട്. അപ്പോൾ സേഫായിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ കിട്ടും. പിന്നെ ഹോൾസെയിൽ ഓർഡേഴ്സൊക്കെ നമ്മൾ പെറ്റ് സർവീസാണ് മാക്സിമം കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള. പിന്നെ നമ്മുടെ പ്ലാൻസിൻ്റെ ഡീറ്റെയിൽസും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. സൈസും കാണിക്കുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാൻസ് വാങ്ങാൻ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്ലാൻസിനെ പറ്റി കുറച്ചുകൂടി അറിയണമെങ്കിൽ നമ്മുടെ മുന്നത്തെ വീഡിയോസ് അല്ലെങ്കിൽ ലൈവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ പ്ലാൻസ് വാങ്ങുമ്പോൾ സൈസൊക്കെ കണ്ട് നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ വാങ്ങുക കേട്ടോ. നമുക്ക് ഇന്നേവരെ ആരും ചെറിയ സൈസാണോ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ സൈസ് കാണുക. കാരണം നമ്മുടെ അടുത്ത് വന്ന് വാട്സപ്പിൽ സൈസ് ഇടോ, സൈസ് പിക്ക് ഇടോ, പ്ലാൻ പിക്ക് ഇടോ, സൈസ് അറിയാനാണെന്ന് വീണ്ടും ചോദിക്കുമ്പോൾ നമ്മുടെ ഫോട്ടോസ് ഒന്നുമില്ല. നമ്മളെല്ലാം വീഡിയോസായിട്ട് യൂട്യൂബിൽ തന്നെ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഒഴിവാക്കാനാണ് നിങ്ങളുടെ ഓൾറെഡി നോക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തില്ല, നമുക്കും അത്രയും സമയം നഷ്ടപ്പെടുത്തില്ല. അപ്പം ആ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇത് ഇത്രയും ബുഷിയായിട്ടൊക്കെയുള്ള നമ്മുടെ ഡെൻഡ്രോബിയം പ്ലാന്റ്സ് ഒക്കെ നമ്മൾ 300-നും ഫെലനോപ്സിസും 300-ഒക്കെയാണ് നമ്മൾ സ്റ്റാർട്ടിങ്. പിന്നെ മെച്ചർ ഇപ്പം നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഫെലനോപ്സിസിൻ്റെ മെച്ചർ വാങ്ങാനാണ്. കാരണം ഫെലനോപ്സിൻ്റെ മെച്ചർ വാങ്ങാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സൈസ് മനസ്സിലാവും. നമ്മുടെ ആനിയും റുബെന്ന് തമ്മിലുള്ള വ്യത്യാസം ഒന്നും അറിയത്തില്ല. അതേപോലെയാണ് മീഡിയം നിറയുമ്പോൾ ചെറുതാണ്, മെച്ചർ പറയുമ്പോൾ നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് മെച്ചറാണ് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം കുറേ പേര് ചോദിച്ചു ഏത് പ്ലാന്റാണ് നല്ലത്. അപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു പ്രിഫറൻസ് ഇപ്പം മെച്ചറാണ്. കാരണം നല്ല വലിയ പ്ലാന്റ് ആണ്. ഇപ്പം നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സിൽ പോലും നിങ്ങൾക്ക് വിത്ത് സ്പൈക്കുലർ പ്ലാന്റ്സിലും ഇത്രയും വലിയ ലീഫുള്ള പ്ലാന്റ് കിട്ടത്തില്ല. ഇത്രയും വലിയ ലീഫ് നമുക്ക് മദർ പ്ലാന്റ്സിലാണ് നമുക്ക് പൊതുവേ വരാറുള്ളത്. പക്ഷേ ഈ സ്റ്റോക്കിൽ നമുക്ക് മെച്ചർ പ്ലാന്റ്സ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഫെലനോപ്സിസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും നമ്മളടുത്ത് ചോദിക്കുന്ന കസ്റ്റമേഴ്സിന് പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളിത് എടുക്കുക എന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ആരും കമ്പനിയിൽ പ്രിഫർ ചെയ്യുന്നത് അതാണ്. പിന്നെ അതേപോലെ തന്നെ ഡെൻഡ്രോബിയംസും സാധാ സീഡ്ലിങ്സൊക്കെ വാങ്ങുന്നതിനേക്കാളും ഒരു സാധാ സീഡ്ലിങ് വാങ്ങി നമ്മൾ വളർത്തി അത് ഈ ഒരു പരിപാടി നമുക്ക് എത്ര നാളെടുക്കും. പക്ഷെ അതേസമയം നമ്മൾ ഇതേ പ്ലാന്റ് അങ്ങ് വാങ്ങി വയ്ക്കുമ്പോഴത്തേക്ക് ഒരു ഡാമേജ് ഒരു പ്രശ്നം വരത്തില്ല. പ്ലാന്റ് ഒരിക്കലും ചീത്തയായി പോകത്തില്ല. അത് നമ്മൾ 100% ഗ്യാരണ്ടി പറയാം. കാരണം നിങ്ങൾ വേറെ പ്രശ്നമൊന്നും ചെയ്യരുത്. അത് പ്ലാന്റ്സിൽ ഓവറായിട്ട് ഫെർട്ടിലൈസ് ചെയ്ത് ഓവറായിട്ട് പരീക്ഷണങ്ങളൊന്നും ചെയ്യാതെ ഇരുന്നാൽ നമ്മുടെ ഈ ഇങ്ങനത്തെ പ്ലാന്റ്സിന് ഒരു ഡാമേജും പറ്റില്ല. കാരണം അത്രയും ബുഷിയാണ്. നിങ്ങൾക്ക് തൈ കാണുമ്പോൾ തന്നെ മനസ്സിലായി എത്ര ഷൂട്ടുള്ള പ്ലാന്റ്സ് ആണെന്നുള്ളത് അറിയാമോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓരോ വെറൈറ്റീസും അനുസരിച്ച് സൈസിന് ചെറിയ ചെറിയ വേരിയേഷൻസ് വരും കേട്ടോ. ചില സൈസൊക്കെ നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ആയിരിക്കും, പക്ഷെ ചില വെറൈറ്റിയിൽ അധികം വലിപ്പം വയ്ക്കത്തില്ല. അങ്ങനത്തെ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ എന്നാലും കൂടുതലും അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.